ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. DC യൂണിവേഴ്സിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയാണിത്. ഇപ്പൊ നമ്മുടെ പുതിയ യൂണിവേഴ്സ് തുടങ്ങിയിട്ട് ആകപ്പാടെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്തോ ആണ്. ആദ്യം ഒരു സൂസൈഡ് സ്ക്വാഡ് ഉണ്ട്, പിന്നെ പീസ് മേക്കർ സീസൺ 1, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പീസ് മേക്കർ സീസൺ 2 വരുന്നത്. അപ്പോൾ പുതിയ ജസ്റ്റിസ് ലീഗും പുതിയ യൂണിവേഴ്സ് ബിൽഡിങ്ങും ഒക്കെ കാണാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ജെയിംസ് ഗണ്ണാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്. പുള്ളിയുടെ തന്നെയാണ് മൊത്തത്തിലുള്ള ഹെഡ് മൊത്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, DC Studios. Are you being serious right now? Why are you short? You'd let me interview you as Superman. Sure. Okay, വലിയ സീരിയസ് സീക്രട്ട് പരിപാടി ഒന്നുമില്ലാന്ന് തോന്നുന്നു. Ready? Let's do it, Cronkite. Superman. Miss Lane. Recently, you've come under a lot of fire for what some might. It's a lot. പ്രശ്നം നടന്നിട്ട് Today, the Secretary of Defense said he was going to look into your actions. That's funny. My actions? I stopped a war. Maybe. Not maybe. I did. In effect, you illegally entered a country. This is how you're gonna be? I'm not the one being interviewed, Superman. Did you consult with the president? No. You seemingly acting as a representative of the United States will cause anybody more except for me. problems around the world. And doing good. I would question myself in the same situation and consider the consequences. People were going to die. Frustrated Superman. Hey, buddy. Eyes up here. From director James Gunn. Just on. Your Lex choices, Luthor. Very. your actions. That's what makes you who you are. രോമാഞ്ചം കണ്ടിട്ട് July 11. Superman. He's not a man. He's an it. He's somehow become the focal point of the entire world's conversation. I will not accept that. I cleaned your boots. I'll go get them for you. ജെയിംസ് തന്നെ എന്നാ പണ്ട് വെച്ചിരിക്കണ ഇത്. You have a dog? Super dog. July 11. എന്നടാ പണി വെച്ചിരിക്ക, എന്ത് സാധനം ഇത്? ഞാൻ ഇപ്പൊ തീർന്നെന്ന് പറഞ്ഞ കേറി പോണത്. ഞാൻ കണ്ടിട്ട് പോലും കേട്ടോരും ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് എവിടെ നോക്കി എന്തൊക്കെ വരുന്ന അടിപൊളി വിഷ്വൽസ്. ഇങ്ങനെയാണ് ഇതൊക്കെ എടുത്തത്. ഇത് ജെയിംസ് ഗണ്ണിന്റെ ഫിലിം നമുക്കറിയാം. നമുക്ക് ഈ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, സൂയിസൈഡ് സ്ക്വാഡ് ഒക്കെ കണ്ട് ബാർസ് ഒക്കെ ഹൈലി സെറ്റ് ആണ്. ഇത് അതും ബ്രേക്ക് ചെയ്ത് പോയി. ബ്രേക്കിംഗ് ദ സീലിംഗ് എന്നൊക്കെ പറയൂലേ. എന്റെ മോനെ എന്തോന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു ജെയിംസ് ഗണ്ണിന്റെ ഫിലിം എന്ന് വിചാരിക്കുമ്പോൾ ഒരു 80s കുറെ സോങ്സും ആ ഒരു വൈബും ചെറിയ കോമഡിയും ചെറിയ നമ്മളായിട്ടൊരു എന്റർടൈൻമെന്റ് സാധനവും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഫുൾ സീരിയസ്, ഇടയ്ക്ക് ചെറിയ കോമഡി ഉണ്ട്. ഒരുപാട് സ്റ്റോറി ബിൽഡിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. വേൾഡ് ബിൽഡിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. കാര്യം DC പുതിയ യൂണിവേഴ്സിന്റെ ഏകദേശം ഫസ്റ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. സൂയിസൈഡ് സ്ക്വാഡ് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം സെറ്റപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. പുതിയ ജസ്റ്റിസ് ലീഗ് വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരുപാട് പ്രതീക്ഷിക്കാം. പക്ഷെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലേ. എന്തോന്നേ ചെയ്ത് വെച്ചേക്കണത്. എന്തൊക്കെ ക്യാരക്ടർ. ലെക്സ് ലൂത്തർ, ഇതാണ് ലെക്സ് ലൂത്തർ, ഇതാണ് സൂപ്പർമാൻ. പണ്ടത്തെ സൂപ്പർമാൻ നിങ്ങൾക്ക് അറിയാം, ഒറ്റ മൈൻഡ് മനുഷ്യ, അത്രേ ഉള്ളൂ.
അവന് ചിന്തിക്കാനും ഇല്ല, ഒന്നുമില്ല, എന്തെങ്കിലും കിട്ടിയാൽ ഇടിച്ച് തള്ളിയിടും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ മറ്റേ സാക് സ്നൈഡറിന്റെ ജസ്റ്റിസ് ലീഗില് കണ്ടില്ലേ, സൂപ്പർമാൻ ഫുൾ ഓവർ പവേർഡ് ആണ്, ഒന്നുമില്ല. ഇതില് കുറച്ച് ഫീൽ ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. സൂപ്പർമാന്റെ പവറും സൂപ്പർമാൻ ആ കോമിക് ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാണോ പണ്ടൊക്കെ പ്രസന്റ് ചെയ്തത് അതുപോലെ ഒരു രക്ഷ. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, അടിപൊളി ട്രെയിലർ, ഒരു രക്ഷയില്ല, വിഷയം ട്രെയിലർ. ഇതൊക്കെ തിയേറ്ററിൽ ഇതുപോലെ വന്നാൽ തന്നെ ആൾക്കാർ എണീറ്റിരുന്ന് കൈയടിക്കും, കത്തിക്കേറും ഫിലിം. ഇനി അപ്പൊ ഇതിന്റെ ഫുൾ ഫിലിം എങ്ങനെയായിരിക്കും ഇവിടെ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഒരുപാട് കഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാളെ ഇറങ്ങി ഞാൻ ഇപ്പൊ കാണാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഐമാക്സിൽ തന്നെ കാണണം കേട്ടോ. വിഷ്വൽസ് നിങ്ങൾ കണ്ടാൽ എത്ര സെറ്റ് ആണെന്ന് എടുത്തു വെച്ചിരിക്കുന്ന VFXും ആ ഒരു ഫിസിക്സിന്റെ ഇമ്പാക്ട് കണ്ട. നമുക്ക് ചില ക്യാമറ ആംഗിൾ ഇപ്പം മുകളിൽ നിന്ന് വരുന്ന, ഇപ്പൊ മാർവലിന്റെ സിനിമയിലൊക്കെ ദൂരെ നിന്നൊരു ഷോട്ട് കാണാം, ഒരു കുഞ്ഞു സാധനം. തണ്ടർ ബോൾട്ടി കണ്ടില്ലേ, ഫസ്റ്റത്തെ ഒരു സീനുണ്ട്, നടി കെട്ടിടത്തിൽ നിന്ന് ഇങ്ങനെ ചാടുന്ന, അതൊരു സിനിമാറ്റിക് സീനാണെങ്കിൽ ഇതില് ഫോളോ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആ ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഐമാക്സിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് എന്തായിരിക്കും? നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഐമാക്സിൽ തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആരും ഒന്നും പറയണേ കേൾക്കണ്ട, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പൊക്കോ. നിങ്ങളൊരു DC ഫാൻ പോട്ടെ, ഒരു സൂപ്പർ ഹീറോ മൂവി, സൈഫൈ മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ എനിക്ക് തോന്നുന്നു 100% സാറ്റിസ്ഫൈ ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ സ്റ്റോറിയിലോ അല്ലെങ്കിലും ഒരു വഴിയില്ല, ഇത് ഫ്ലോപ്പ് ആ ഒരു വഴിയില്ല, വിഷയ സിനിമയായിരിക്കും. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. ജൂലൈ 11 ഞാൻ ഇപ്പോഴേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ബുക്ക് ചെയ്യായിരുന്നു. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. ഇതുപോലെ അടുത്ത ലേറ്റസ്റ്റ് സിനിമ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ദിസ് ഇസ് അനൂപ്. താങ്ക് യു.